കോഴിക്കോട് കൂടറിഞ്ഞ് മഞ്ഞക്കടവിൽ കടുവയെ കണ്ടെന്ന നാട്ടുകാരുടെ പരാതിയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിക്കും. 2 ഇടങ്ങളിലാണ് കൂട് സ്ഥാപിക്കുക. മേഖലയിൽ RRT സംഘം തമ്പടിച്ചിട്ടുണ്ട്. ബെൻസൺ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. ബെൻസൺ, വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഇത്തരത്തിൽ വന്യമൃഗത്തിന്റെ ആക്രമണം കടുവയുടേതാണ് എന്നാണ് ആദ്യം കരുതിയിരുന്നത്. മഞ്ഞക്കടവ് സ്വദേശിയായിട്ടുള്ള ഗ്രേസി എന്ന വീട്ടമ്മ ആടിന് തീറ്റാനായി തൊട്ട് സമീപത്തെ പറമ്പിലേക്ക് പോകുമ്പോൾ കടുവ തന്റെ നേരെ ഓടി വന്നു. അങ്ങനെ ഓടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം അറിയിക്കുകയും അവർ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഈ കണ്ടെത്തിയ കാൽപ്പാടുകൾ അത് പുലിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപും സമാന രൂപത്തിൽ തന്നെ ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നും ഇതേ വീട്ടമ്മ തന്നെയായിരുന്നു. അന്നും ഇതേ വീട്ടമ്മയുടെ ആടിനെ അന്ന് പുലി പിടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തെ വീട്ടിൽ നിന്നും വളർത്തുനായെയും പുലി പിടിച്ചിരുന്നു. അന്ന് നടത്തിയ പരിശോധനയിൽ അത് പുലിയുടെ കാൽപ്പാടുകളും അടക്കം കണ്ടെത്തിയിരുന്നു. എന്നാൽ അന്ന് വിവിധയിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ വീണ്ടും സമാന രൂപത്തിൽ ആക്രമണം ഉണ്ടായതിനാൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ കൂടുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടി MLA അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ മേഖലയിൽ പരിശോധന നടത്തി. അപ്പോൾ ഈ മേഖലയുടെ വിവിധ ഇടങ്ങളിൽ ഈ മഞ്ഞക്കടവ് അടക്കമുള്ള കൂരിയോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വിവിധയിടങ്ങളിൽ 2 കൂടുകൾ സ്ഥാപിക്കാനാണ് നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുറച്ച് ദിവസത്തേക്ക് ഈ മേഖലയിൽ RRT സംഘത്തിന്റെ പരിശോധന രാത്രികാലങ്ങളിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ സ്ഥാപിച്ച ക്യാമറകളിൽ ദൃശ്യങ്ങളൊന്നും തന്നെ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേയും ഉണ്ടായ സ്ഥിതിക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.